ഹായ് ഫ്രണ്ട്സ്. ഈ അടുത്ത കാലത്തായി പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ കൂടോത്രം ഫലിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വാസ്തുശാസ്ത്രം, ജ്യോതിശാസ്ത്രം, പക്ഷിശാസ്ത്രം ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഈ കൂടോത്രം എന്ന് പറയുന്നത് പലപ്പോഴും മറ്റൊരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരാൾ നശിച്ച് കാണണമെന്ന് ഉള്ള രീതിയിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതയാണത്. അപ്പം ഇത് ആ മറ്റൊരാളിൽ ഇത് എത്രമാത്രം ഫലിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി മറ്റൊരാൾക്കെതിരെ ചെയ്യുമ്പോൾ അയാൾ കാണയാണ് ഇത് കൊണ്ടുവയ്ക്കാറ്. അതായത് കുറച്ച് തകിടും മറ്റു കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി അയാൾ കാണുന്ന ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് അയാൾ കണ്ടിട്ട് തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ തകിടുകളാണെന്ന് കാണും. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് വരുന്നത് എനിക്കെതിരെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അയാൾ നശിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നുള്ള ഒരു വിചാരം അയാളുടെ മനസ്സിലേക്ക് ഉടനടി വരികയും അത് അയാളെ ഭയപ്പാടിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിൻ്റെ ഒരു ശക്തി അനുസരിച്ച് നമ്മൾ ഏത് വികാരത്തോടു കൂടിയാണോ ഒന്നിനെ സ്വീകരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. ഭയത്തോടു കൂടി നമ്മളൊരു കാര്യത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ചില പ്രേത കഥകൾ, ഹൊറർ മൂവീസ്, ഇതൊക്കെ വളർന്നു വരുമ്പോഴും നമ്മളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രേതത്തെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടല്ല പല ആൾക്കാരും പ്രേതം എന്ന് പറയുമ്പോൾ പേടിക്കുന്നത്. ഇരുട്ടുള്ള റൂമിൽ ഒറ്റയ്ക്ക് ചെല്ലാനോ അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയത്ത് സെമിത്തേരിയിൽ ചെല്ലാനോ ആളുകൾ ഭയക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ മനസ്സിലേക്ക്, അവരുടെ ഉപബോധ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ, ചില വിഷ്വൽസ് കഥകളായിട്ടും കടങ്കഥകളായിട്ടും ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. അതൊരു ഭയമായിട്ട് നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു പിക്ചർ ഭയത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ ഇരുട്ടുള്ളൊരു പ്രദേശത്തേക്ക് ചെല്ലുമ്പോഴും എന്തുകൊണ്ട് ആ മനുഷ്യന് ഭയം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ അദ്ദേഹം ഇതിനു മുൻപ് എപ്പോഴോ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അത് മനസ്സിലത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത്. ഇതേ രീതി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എപ്പോഴോ ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവ് അത് അയാളുടെ ജീവിതത്തെ അല്ലെങ്കിൽ മനസ്സിനെ സ്വാധീനിക്കുന്നു. അപ്പോൾ അത് അയാൾ അങ്ങനെ പേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ളതാണ് ഈ സൗഭാഗ്യവും സന്തോഷവും. ദൈവമല്ലാതെ മറ്റൊരാൾക്കും എന്നെ താഴ്ത്തുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോ തീർച്ചയായിട്ടും അയാൾക്കുണ്ടായിട്ടുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ശാപവാക്കുകൾ ചൊരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നടക്കാൻ പോകുന്നില്ല. ഇനി കൂടോത്രം എന്ന് പറയുന്നത് ശരിയാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥയെ ചിന്തിച്ച് നോക്കൂ. അയാൾ മറ്റൊരാൾ നശിക്കണം 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 ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇതാരെക്കുറിച്ചോ എന്തിനു വേണ്ടിയെന്ന് മനസ്സിന് നോക്കേണ്ട ആവശ്യമില്ല. ഇതാരാണോ ചെയ്യുന്നത് അയാളെ തന്നെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഉദാഹരണത്തോടു കൂടി സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അടുത്ത 9 ആഴ്ച അല്ലെങ്കിൽ 10 ആഴ്ച പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. അത് ക്ഷേത്രങ്ങളാകാം, പള്ളികളാകാം. അപ്പം അങ്ങനെ പലരും അത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അത് സംഭവിക്കാറുമുണ്ട്. ഇനി ഏതെങ്കിലും പുണ്യാളൻ്റെയൊക്കെ ഈ നോട്ടീസൊക്കെ കയ്യിൽ തന്നിട്ട് പറയും 100 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇത് കൊടുത്ത് തീർത്തില്ലെങ്കിലോ നിനക്കൊരു ദോഷം സംഭവിക്കും. അപ്പോൾ ഇത് കയ്യിലിരിക്കാൻ തോറും ഇയാൾ ഭയന്നുകൊണ്ടിരിക്കുകയാണ്, അയ്യോ ഇത് കയ്യിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ദോഷം സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് 100 പേർക്ക് കൊടുത്തേക്കാം, എനിക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത എന്നിൽ സംഭവിക്കും. ഇത്തരത്തിലുള്ള വിശ്വാസം മാത്രമാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി നിങ്ങളൊരു ദുർബല മനസ്സിന് ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പരിജ്ഞാനമുള്ള വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുള്ള പരിഹാരം അവരിൽ നിന്നും തേടുക.
ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ ചൂഷണ വസ്തുവായി തീരുവാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ അനുവദിക്കരുത്. കാരണം നിങ്ങളെ ഈ ലോകത്ത് നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ നിങ്ങളുടെ ഭാവി പ്രവചിക്കുവാൻ കഴിയുന്നതും ഒരാൾക്ക് മാത്രമേ കഴിയൂ, അതും നിങ്ങൾ മാത്രമാണ്. കാരണം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവിയായിട്ട് പരിണമിക്കുന്നത്. അതിന് കർമ്മ എന്ന് പറയും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്.